കൊച്ചു കേരളത്തിൽ കുറച്ച് നാളുകളായിട്ട് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള യുവതി യുവാക്കളുടെ ഒരു ലിസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഒരു വാർത്തകൾ തന്നെയാണ് എന്നും മാധ്യമങ്ങളിലൂടെ വരുന്നത്. എന്നും നിരന്തരം ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ വാർത്തകൾ ഇല്ലാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ്. ഒന്നീ കൊലപാതകം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ പറഞ്ഞതുപോലെ അടിപിടി, അങ്ങനെയുള്ള കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മാഫിയെ പിടിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീലറിനെ പിടിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇതിലെല്ലാം കൂടുതലും വലിയ പ്രായമുള്ളവരല്ല, ഒരു 20 മുതൽ അല്ലെങ്കിൽ 19 മുതലുള്ള ചെറിയ കൗമാരപ്രായക്കാർ മുതൽ യുവതലമുറയായി കുറച്ച് യുവത്വം നിലനിൽക്കുന്ന കുട്ടികൾ തന്നെയാണ്, അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെയാണ് ഇതിൽ അടിമപ്പെട്ടിട്ടുള്ളത്, ഈ ഡീലേഴ്സിൽ ഉള്ളത്. പക്ഷെ ആദ്യം ഇതിന് തുടക്കമിട്ടത് നമുക്കറിയാം സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ്. ആദ്യം കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് കുറച്ച് ലഹരി മാഫിയകളൊക്കെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കേസുമായി വരുന്നതിന് മുമ്പ് തന്നെ കുറേ മാസങ്ങൾക്ക് മുമ്പ് സിനിമാ മേഖല ഇത്തരത്തിൽ ലഹരി ഉപയോഗം കൂടുതലാണ് എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലൊന്നും മുമ്പോട്ട് പോയില്ല. കാരണം നമുക്കറിയാം സിനിമാ മേഖലയിൽ വരുന്നതെല്ലാം മിക്കതും അടച്ചു വെക്കാനുള്ള പ്രാപ്തി അല്ലെങ്കിൽ കഴിവ് അവർക്ക് തന്നെ ഉണ്ട്. അതെന്തായാലും പൂട്ടിക്കെട്ടി, ആ ഒരു കേസുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം പൂട്ടിക്കെട്ടി. പക്ഷെ പിന്നീട് കേരളത്തിലെ ഒട്ടുമിക്ക യുവതീ യുവാക്കൾ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ മുതൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് വീണ്ടും സിനിമാ മേഖലയിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ആദ്യമൊക്കെ രാഷ്ട്രീയ മേഖലയിൽ വരെ ഇത്തരത്തിൽ വന്നെങ്കിലും സിനിമാ മേഖലയിൽ അങ്ങോട്ട് അന്വേഷണങ്ങൾ വ്യാപിച്ചില്ലായിരുന്നു. എന്തോ ഒരു തടസ്സമായിരുന്നു പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ സിനിമാ മേഖലയിലോട്ട് അധികം കടന്നില്ല. അവിടെ ലഹരി വിമുക്തമായിട്ടുള്ള സംഘടനകളാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത നടന്മാരാണ് എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു. പക്ഷെ ഇതിനിടയിലാണ് നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയെയും ഒക്കെ ഈ ഒരു ലഹരി കേസുമായിട്ടൊക്കെ ഈ ഇടയ്ക്ക് പിടിക്കുകയും അതിൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന, അവർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവരതിൻ്റെ ഡീലറുമായിട്ടുള്ള കച്ചവടങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നത്. അതിനുശേഷമാണ് സിനിമാ മേഖലയിൽ കുറച്ചുകൂടെ പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ആർജവത്തോടെ അന്വേഷണമൊക്കെ മുമ്പോട്ട് പോകുന്നു. പക്ഷെ എന്നിരുന്നാലും ഇന്ന് വരെ പ്രമുഖ വ്യക്തികളെ, പ്രമുഖ നടന്മാരെയോ നടിമാരെയോ ആരെയും തന്നെ ഇത്തരത്തിൽ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയോ നേരത്തെ ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. വീണ്ടും അവരെ തന്നെ പൊക്കി എന്ന് തന്നെ പറയാം. പക്ഷേ വലിയ പ്രമുഖ വ്യക്തികളിലോട്ടൊന്നും ഇതുവരെ ഈ ഒരു ലഹരി അതായത് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള കേസുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളായി നമുക്കറിയാം വിൻസി അലോഷ്യസിനെ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം. കാരണം റിയാലിറ്റി ഷോയിലൂടെ വന്ന് പിന്നെ മലയാളികളുടെ സ്വന്തമായ നമ്മുടെയൊക്കെ ഒരു കൊച്ചനുജത്തി എന്നൊക്കെ തന്നെ പറയാം. ഇത്തരത്തിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ പെട്ടെന്ന് നേടിയെടുത്ത് നല്ലൊരു പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു നടി തന്നെയാണ് വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം ഒരു ലഹരി വിരുദ്ധ പ്രചാരണത്തിൻ്റെ ഒരു മുൻനിരയിലുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്നൊരു പ്രസംഗം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു, എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്നുള്ളത്. എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഈ ലഹരി എന്ന് പറയുന്നത് അതിൽ മദ്യമുണ്ട്, സിഗരറ്റുണ്ട്, എല്ലാം ലഹരി തന്നെയാണ്. അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ ഉള്ളവരുമായി സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞതിൽ ഒരുപാട് വിമർശനങ്ങൾ നടി ഏറ്റിരുന്നു. കാരണം പലരും അതിനകത്ത് കമൻറ്റുകളൊക്കെ ഇട്ട് ചോദിച്ചിരുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ സിനിമ ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതെന്നല്ല. കാരണം ഇന്ന് നമുക്കറിയാം ഏതൊരു നടന്മാരായാലും നടിമാരായാലും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അതിൽ സിനിമാ സെറ്റിൽ ആരാണ് ലഹരി ഉപയോഗിക്കാത്തത്? എല്ലാവരും ഉപയോഗിക്കും. മദ്യം ഉപയോഗിക്കാത്തവരാരാണ്? മീൻസ് അതായത് ഈ ഡ്രഗ്സ് അല്ലല്ലോ, ഡ്രഗ്സ് മാത്രമല്ലല്ലോ ലഹരി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന MDMA കഞ്ചാവോ മാത്രമല്ലല്ലോ, മദ്യമുണ്ട്, സിഗരറ്റുണ്ട്, ഇതെല്ലാം ലഹരി തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാത്ത എത്ര പേരുണ്ട്? അങ്ങനെയാണ് വീട്ടിൽ പൂട്ടിക്കെട്ടി ഇരിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിമർശനങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അഭിനയിക്കേണ്ടുന്ന ഒരവസ്ഥയെ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വിമർശനങ്ങൾ. അതോടൊപ്പം തന്നെ വിൻസി എടുത്ത തീരുമാനം നല്ലത്, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചവരുമുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ അമിതമായപ്പെട്ട് വിൻസി തന്നെ ഇപ്പം രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വീഡിയോയിലൂടെ. വിൻസി പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് അത്തരത്തിൽ എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സെറ്റിൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വിൻസിയുടെ വാക്കുകളിലേക്ക് ഇങ്ങനെയാണ്, ഞാനതൊന്ന് വായിക്കാം.
എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല. കുറച്ചു പേർ ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്റുകൾ ചെയ്യുകയും അത് പലരും എനിക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞതെന്നും എന്താണ് പറയാനുള്ള അതെന്ന് വ്യക്തമാക്കണമെന്നുമുള്ള തോന്നൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലരുടെ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ആളുകൾക്ക് ഈ ഒരു പ്രസ്താവനയോടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം ഞാൻ തന്നെ വ്യക്തമായി പറഞ്ഞാൽ ആളുകൾക്ക് അതിനെപ്പറ്റി പല കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഭാഗമായ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രമായിരുന്ന ആർട്ടിസ്റ്റ് ലഹരി ഉപയോഗിച്ചിരുന്നു. അതായത് സിനിമ ഏതെന്നോ അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരുന്ന ആർട്ടിസ്റ്റ് ഏതെന്നോ ഒന്നും പറയുന്നില്ല. പ്രധാന കഥാപാത്രമായിട്ട് വിൻസി വന്നിരുന്ന ഒരു ചിത്രത്തിൽ അതിലൊരു പ്രമുഖ നടൻ, ഒരു പ്രധാന വ്യക്തി, ഒരു പ്രധാന ആർട്ടിസ്റ്റ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൽ നിന്നുമുണ്ടായ ഒരു എക്സ്പീരിയൻസിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇനി മേലാൽ ലഹരി ഉപയോഗിക്കുന്ന സിനിമാ സെറ്റിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരോട് കൂടെ ഞാൻ അഭിനയിക്കില്ല എന്ന് എൻ്റെ ഉറച്ച തീരുമാനം ഞാൻ എടുത്തത്. അദ്ദേഹം ഉപയോഗിച്ച് വളരെ മോശമായ രീതിയിലുള്ള വാക്കുകളും അതേപോലെ തന്നെ പെരുമാറ്റങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നോടും എൻ്റെ സഹപ്രവർത്തകരും, ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ച സഹപ്രവർത്തകരോടും ആ നടനിൽ നിന്നും എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് എനിക്കുണ്ടായത്. അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ഈ ഒരു സെറ്റിൻ്റെ ഇടയിൽ ഈ ഷോൾഡറിൻ്റെ അവിടെ ഡ്രസ്സിന് ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഈ നടൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാനിത് ശരിയാക്കി തരാമെന്ന്. അപ്പം അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് ഈ ഒരു നടൻ ഇങ്ങനെ വിൻസിയോട് പറഞ്ഞത്. പക്ഷേ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു, നമുക്കറിയാം ഒരു സ്ത്രീയുടെ ഒരു നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ ഇത് നമ്മളത് മാറി അല്ലെങ്കിൽ മറ്റാരും അറിയാത്തവരുടെ അടുത്ത് പോയി അത് ശരിയാക്കും എന്ന് പറയുന്നിടത്ത് എല്ലാവരും ഉപയോഗിച്ച് എന്നാൽ ഞാൻ ശരിയാക്കി തരാം. ഒരു ഭർത്താവോ അല്ലെങ്കിൽ മറ്റാരും അല്ല, അച്ഛനോ സഹോദരൻ പോലും ചിലപ്പോൾ അങ്ങനെ ഒരു സഹോദരിയോട് പറയില്ല. അപ്പം അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതും ആ ഒരു വാക്കിൻ്റെ ചുവ, അതായത് ഈ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതും മറ്റുള്ള തരത്തിൽ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അത് ബോധ്യമാക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ എന്തോ ഒരു വെള്ളപ്പൊടി വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പുന്നതും കണ്ടു. അതായത് വേറൊരു സീനിൻ്റെ ഇടയിൽ വായിൽ നിന്നും ഒരു വെള്ളപ്പൊടി ഈ നടൻ തുപ്പുന്നതും കണ്ടു. അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും സിനിമാ സെറ്റിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും അപ്പോൾ ഈ വിൻസിക്ക് മനസ്സിലായി. വ്യക്തിപരമായി ലഹരി ഉപയോഗിക്കുന്നതൊക്കെ മറ്റൊരു കാര്യമാണ്, പക്ഷേ സിനിമാ സെറ്റിൽ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് ഉപദ്രവം ആകുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. അതെല്ലാം സഹിച്ചുകൊണ്ട് ജോലി ചെയ്യാനും അത്ര ബോധമില്ലാത്ത ഒരാളുടെ കൂടെ അഭിനയിക്കാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എൻ്റെ വ്യക്തിപരമായ അനുഭവം കാരണം ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എല്ലാവരും അറിയുകയും സംവിധായകൻ ഇദ്ദേഹത്തോട് പോയി സംസാരിക്കുകയും ചെയ്തു. ഇദ്ദേഹം പ്രധാന നടനായതുകൊണ്ട് ആ സിനിമ എങ്ങനെയെങ്കിലും തീർക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്ന നിസ്സഹായ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടു. എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ പല അവസരത്തിലും അവർ എന്നോട് പ്ലീസ് എന്ന് പറഞ്ഞ് എന്നെ കംഫർട്ടബിൾ ആക്കാൻ നോക്കി. അതായത് ഇതിലൊരു പ്രധാന നടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നായകനാവാം. ആ ഒരു നായകൻ ഇല്ലാണ്ട് പിന്നീട് ആ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. കാരണം കോടികൾ മുടക്കി വരുന്ന പ്രോജക്റ്റ്, എത്രയോ പേര് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ വിൻസി പലപ്പോഴായിട്ട് ഇതിൻ്റെ സംവിധായകൻ പറഞ്ഞു, പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷമാണ് വിൻസി തുടർന്ന് അഭിനയിച്ചതും എങ്ങനെയൊക്കെ തീർത്തു എന്നുള്ള രീതിയിലാണ് വിൻസി പറയുന്നത്. അങ്ങനെ ഒരു കംഫർട്ടബിൾ സ്റ്റേജിലാക്കിയിട്ടാണ് പോയത്. പക്ഷെ എന്നിട്ട് ആ വ്യക്തിക്ക്, ഈ നടന് അതിൽ യാതൊരു കൂസലും ഇല്ലായിരുന്നു. അത് തുടർന്ന് തന്നെ ഈ ഒരു വെള്ളപ്പൊടിയൊക്കെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിച്ച് പുറത്തോട്ട് തുപ്പുമായിരുന്നു എന്ന് പറയാം. അപ്പം അത്രമാത്രം പബ്ലിക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. പിന്നീട് എനിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ സിനിമ പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്ത ഒരു സിനിമയാണ് അത്. അതൊരു നല്ല സിനിമയായിരുന്നു. പക്ഷേ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയ അനുഭവം എനിക്ക് ഓക്കെ ആയിരുന്നില്ല. അതിൻ്റെ ഒരു പേരിലാണ് ഇത്തരൊരു പ്രസ്താവന ഞാൻ നടത്തിയത്. ഇനി ഈ പോസ്റ്റുകളുടെ കമൻറ്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു നിലപാട് എടുത്ത് അതിൽ ഓരോരോ വ്യാഖ്യാനങ്ങളാണോ ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ എടുത്തവർക്ക് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിൻസി ഇതിൻ്റെ ഈ ഒരു പോസ്റ്റ്
എൻ്റെ ചുരുക്കം പറയുന്നത്. കാരണം അത്രയേറെ ഒരു നമുക്കറിയാം ഒരു മദ്യപിച്ച ഒരു വ്യക്തിയുടെ കൂടെ പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം അതിലും ഭയങ്കര ഭീകരമായ ഒരവസ്ഥയാണ് എം ഡി എം എ അല്ലെ മറ്റുള്ള സിന്തറ്റിക് ഡ്രഗുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത്. ഒരു ബോധവും ഇല്ലാത്ത രീതി. എങ്ങനെ ഇവരൊക്കെ ഇത് അഭിനയിച്ച അല്ലെങ്കിൽ എങ്ങനെ ഈ ഷൂട്ടിംഗ് സംവിധായകൻ ഫിനിഷ് ചെയ്തു എന്നുള്ളത് തന്നെ അതിശയമാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ കൂടെ എങ്ങനെ സഹപ്രവർത്തകർ ഒരുമിച്ച് വർക്ക് ചെയ്യും? അല്ലേ, നമ്മളൊരു ഓഫീസിലാണെങ്കിൽ പോലും ഒരു ബോധവും പൊക്കണവും അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാത്ത അബോധാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യും? എന്തായാലും ബിൻസി ഒരു തീരുമാനം അല്ലെങ്കിൽ തൻ്റെതായ ഒരു തീരുമാനം, ഒരു നിലപാടും അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ സിനിമാ സംഘങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു നടന്മാരുടെയും നടിമാരുടെയൊക്കെ ഇടയിൽ അമിതമായിട്ട് ലഹരി ഉപയോഗമുണ്ട് എന്നുള്ള വസ്തുത അത് പലരും പറയാതെ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ മുമ്പ് പല രീതിയിൽ പറഞ്ഞിട്ട് പല നടന്മാരെയും നടിമാരെയൊക്കെ എടുത്ത് ഹിന്റ് കൊടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ഒരു അന്വേഷണം അങ്ങോട്ട് ചെല്ലുന്നില്ല. കാരണം അവിടെ വരുമ്പോൾ വഴിമുട്ടുകയാണ്. അത് എന്താണ് കാരണമെന്നുള്ള അറിയില്ല. പോലീസുകാർക്ക് അവിടെ എത്തുമ്പോൾ വഴി തിരിച്ചു വിടുന്നു. നടന്മാരുടെ അല്ലെങ്കിൽ നടിമാർക്കൊന്നും പ്രധാനപ്പെട്ട വലിയ ഇതൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. സാധാരണ ഇടയിലുള്ള മനുഷ്യർ അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സാധാരണ വ്യക്തി ഡീലേഴ്സിനെയൊക്കെ ആവപ്പെട്ട അങ്ങനെയുള്ള ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ ലഹരി ഇങ്ങനെ കച്ചവടം നടത്തുന്നവരെ മാത്രമേ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിക്കുന്നുള്ളൂ. പക്ഷേ ഈ വമ്പന്മാരെ പലപ്പോഴും പോലീസുകാരും മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ വമ്പത്തികളെ മറക്കുന്നു. അതിലേക്ക് ഒരു അന്വേഷണം നീളുന്നില്ല. ഏതായാലും ഇപ്പോൾ വിൻസി പറഞ്ഞത് വലിയൊരു കാര്യമാണ് സിനിമാ മേഖലയിൽ. അപ്പോൾ ഇതിപ്പോൾ ഒരു കാര്യമാണെങ്കിൽ എത്രയോ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന പല കൃത്യങ്ങളും പല പീഡന കേസുകളും ഉൾപ്പെടെയുള്ള പല നടിമാരെ ഉപയോഗിക്കുന്നത് പീഡിപ്പിക്കുന്നത്, അനാവശ്യമായി അവർ ഉപയോഗിക്കുന്നതും അവരെ സെക്ഷലി ഉപയോഗിക്കുന്നതും ഒക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. പക്ഷെ ഇത് ആരും പുറത്തു വരുന്നില്ല. അവർ സഹിച്ചു. ഇതിൻ്റെ അടിസ്ഥാനം എനിക്ക് തോന്നുന്നു പണമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പായിരിക്കാം. ഈ ഒരു നിലനിൽപ്പിനെ ബാധിക്കും എന്ന് പേടിച്ച് ഭയം കൊണ്ടാണോ, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാണോ, എന്ത് തന്നെയാലും മിൻസി പോലുള്ളവർ വളരെ ഇപ്പം റിമ കല്ലുങ്കിലൊക്കെ അങ്ങനെ കുറച്ച് നടിമാരൊക്കെ പുറത്തോട്ടൊക്കെ വന്നെങ്കിൽ ഇനിയും ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരണം. പുറത്തോട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് വരണം. എന്നാലേ ആ ഒരു മേഖലയൊന്ന് ശുദ്ധീകരിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. പക്ഷെ പലപ്പോഴും ഇത് പുറത്തോട്ട് വരുന്നില്ല. കാരണം നമുക്കറിയാം പാർവതിയുടെയൊക്കെ കാര്യങ്ങളിൽ പലപ്പോഴും പാർവതിയൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പിന്നീട് പല സിനിമകളിൽ നിന്ന് അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ പേടിച്ചിട്ടും ഭയന്നിട്ടും ഒക്കെ ആയിരിക്കും സ്ത്രീകൾ മുമ്പോട്ട് വരാത്തത്. പക്ഷെ മുമ്പോട്ട് വരണം. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ സിനിമയിൽ അടുപ്പിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇതൊരു ശുദ്ധീകലശം തന്നെ ഉണ്ടാവും. ആ ഒരു മേഖല ഒന്ന് രക്ഷപ്പെടും. ഇപ്പോൾ തന്നെ നമുക്കറിയാം മലയാള സിനിമയുടെ അവസ്ഥ എങ്ങനെയാണ്, യുവതലമുറ ഏതൊക്കെ തരത്തിലാണ്, സിനിമയും അത്തരത്തിലാണ് പലപ്പോഴും വരുന്നത്. ഈ 2025 തുടക്കത്തിൽ തന്നെ മൊത്തത്തിൽ ഫോൾട്ടാണ്. ഇപ്പോൾ വന്ന 1-2 സിനിമകളൊക്കെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം ഈ ഒരു ലഹരി ഉപയോഗമുള്ള നല്ലൊരു നടനെയോ നടിയോ ഒന്നും സമൂഹത്തിൽ വാർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.